എല്ലാവർക്കും കുഞ്ചമ്മ കേസിലേക്ക് സ്വാഗതം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വളയാണ് കേട്ടോ. ഓണമായിട്ട് കുറേ അധികം വള ഇങ്ങനെ വന്നിട്ടുണ്ട് സ്റ്റോക്ക്. അപ്പോൾ അതിൻ്റെ കുറേ മുമ്പേ എടുത്തതെല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ കുറേ വളകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വള വാങ്ങുന്നതെന്ന് പറയുമ്പോൾ കുറേ പേരൊക്കെ വീട്ടിൽ വന്നിട്ട് വാങ്ങുന്നവരാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ബോക്സ് ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ആവശ്യമുള്ള അളവ് മാത്രമാണ് അവരെടുക്കുന്നത്. അതൊക്കെ ആ ബ്ലൂ ഒക്കെ ഓരോന്നൊക്കെ കുറവുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർ വീട്ടിൽ വന്ന് വാങ്ങിയിട്ട് പോയതാണ്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബോക്സിനകത്ത് 4 അളവ് വീതം വരുന്നതാണ് കേട്ടോ. ഒരു ബോക്സിൽ 4 സൈസാണ്. ചെറിയ അളവ്, കുറച്ചുകൂടെ വലുത്, കുറച്ചുകൂടെ വലുത്, കുറച്ചുകൂടെ വലുത്, അങ്ങനെ വരുന്ന 4 അളവാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാ ബോക്സിനകത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. 4 അളവാണ്. ഒറ്റ അളവുള്ള 4 ഡസനായിട്ട് അങ്ങനെയില്ല. എല്ലാത്തിലും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സിൽ 4 അളവ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അളവ് ഏതാണോ ആ അളവിലുള്ള ഒരു ബോക്സിനകത്ത് പല കളർ മിക്സ് ചെയ്തിട്ട് 4 അളവ് അങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യം അതുപോലെ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ ഇത് റീസെല് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റും കൂടെ വില കുറച്ച് കിട്ടും. പിന്നെ ഓണമായിട്ട് നമ്മൾ ഓരോ വീടുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ബന്ധുക്കളെ വീട്ടിലൊക്കെ പോകുമ്പോൾ കുട്ടിയൊക്കെ വളയൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന പതിവ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പണ്ടൊക്കെ നമ്മളൊക്കെ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് ഞാനും ചേച്ചിമാരും ഒക്കെ അമ്മാമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് വളയൊക്കെ വാങ്ങി വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇപ്പം അമ്മാമ്മയൊന്നും ഇല്ല, അമ്മാമ്മയൊക്കെ മരിച്ചിട്ട് കൊല്ലങ്ങളായി. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു തിരുവോണത്തിന് വിളക്കൊക്കെ കത്തിക്കുമ്പോഴത്തേക്ക് വളയൊക്കെ വെക്കുന്ന ഒരു പതിവ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള വളകൾ നമുക്ക് മാറ്റി വയ്ക്കുമായിരുന്നു. ആ വളയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു അന്ന് നമ്മൾ ഉത്സാഹിച്ച് കാലത്തെ എണീച്ച് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ബന്ധുക്കളെ വീടുകളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ വള കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നമ്മളേതെങ്കിലുമൊക്കെ ബന്ധുക്കളെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡസൻ വള വാങ്ങി വെക്കും കൊച്ചുങ്ങളെ ഒരു സന്തോഷത്തിന്. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും പെൺകൊച്ചുങ്ങളുള്ള വീടാണെങ്കിൽ ഒരു വളയെങ്കിലും വാങ്ങിക്കൊടുക്കും. ചിലപ്പോഴും നമ്മൾ വള വാങ്ങാനുള്ള പൈസ കൊടുക്കും, ചിലപ്പോഴും നമ്മൾ വള വാങ്ങി കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ബോക്സ് ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ലാഭമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് മിക്കവാറും ഉള്ളവരും ഇപ്പം മുന്നേ വന്ന സ്റ്റോക്കിലുള്ള വളകളെല്ലാം അങ്ങനെ തന്നെയാണ് മിക്കവാറും ഉള്ളവരും എടുത്തിട്ടുള്ളത്. ഓണം പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് സമ്മാനിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോരോ കളറായിട്ട് കാണിച്ചു തരാം. ഈ കളർ നിങ്ങൾ കണ്ടല്ലോ, ഇത് നമ്മൾ അടുത്ത കളർ കാണിക്കാം. ഇതെല്ലാം പല അളവാണ്, ഒറ്റ അളവല്ല, പല അളവാണ് കേട്ടോ. ഇത് തമ്മിലടിക്കുമ്പോൾ കുപ്പിവളയുടെ സൗണ്ട് പോലെ കേൾക്കും, പക്ഷേ കുപ്പിവളയല്ല കേട്ടോ. പ്ലാസ്റ്റിക് ആണെന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റിക്കും അല്ല, വേറെന്തോ ഒരു സംഭവമാണ്. എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയൊരു അറിവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും. കാരണം നമ്മളെയൊക്കെ പ്രായത്തിലൊന്നും ഇങ്ങനെ വീട്ടിൽ നിന്നൊന്നും ഒരുപാട് ഫാൻസി സാധനങ്ങളൊന്നും നമ്മളൊന്നും കുഞ്ഞായിരുന്നപ്പോഴൊന്നും വാങ്ങിച്ചേ തരത്തില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. വളയൊക്കെ വാങ്ങിച്ചു തരണമെങ്കിൽ വല്ല ഓണവും സംക്രാന്തിയൊക്കെ വരണമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഞാനായിരുന്നു വീട്ടിലെ ഏറ്റവും ഇളയത് കേട്ടോ. അപ്പോൾ 2 ചേച്ചിമാരെയും വിട്ടിട്ട് അവർക്ക് ചെറുതാവുന്നത് ഏറ്റവും ലാസ്റ്റ് എൻ്റെ കൈകളിലായിരുന്നു വന്ന് പെടുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആദ്യം ഉണ്ടായത് മോനാണല്ലോ, അപ്പോൾ മോന് ഞാൻ വളയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഈ പീക്രി പെണ്ണുണ്ടായപ്പോഴത്തേക്ക് ഞാൻ സത്യത്തിൽ പ്രാർത്ഥിച്ചാണ് എനിക്ക് ആമിയെ കിട്ടിയത് കേട്ടോ. എനിക്കൊരു പെങ്കൊച്ചിനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എനിക്കിതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അണിയിച്ചൊരുക്കി കൊണ്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആമിയെ കിട്ടിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലുള്ള വളയും കാര്യങ്ങളുമൊക്കെ ഒരുപാടായിട്ട് ഫാൻസി പോയി വാങ്ങി തുടങ്ങിയത്. കാരണം നമ്മൾ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഈ വളയിടേണ്ട പ്രായത്തിലൊക്കെ അമ്മയും അച്ഛനും ഒക്കെ വാങ്ങി തരുമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മെച്ചുവേർഡായ സമയമായപ്പോഴത്തേക്ക് ഇതുപോലുള്ള വളകളൊന്നും അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രായം കഴിഞ്ഞല്ലോ. പിന്നെ കുപ്പിവള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അന്നൊക്കെ ഒരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള വളകളൊന്നും അങ്ങനെ ഒരുപാട് വാങ്ങി ഉപയോഗിച്ചിട്ടില്ല. പിന്നെ വല്ലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കും എന്നൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇതുപോലുള്ള ഫാൻസി സാധനങ്ങൾ ആമി ഉണ്ടായതിന് ശേഷം കൂടുതലായിട്ട്, ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത്, കാരണം ആമി ജനിച്ച ആ ഒരു സമയമൊക്കെ കൊറോണ ടൈം ആയിരുന്നു കേട്ടോ. കാരണം ആമിക്ക് ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് 1.5-2 വയസ്സൊക്കെ ആയ സമയത്തായിരുന്നു കൊറോണ വന്നത്. പിന്നെ കൊറോണ നമ്മളെ വിട്ട് പോകാൻ തന്നെ സത്യം പറഞ്ഞാൽ 2-3 വർഷത്തോളം നമ്മൾ കൊറോണയുടെ ഇതിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ 2 വർഷത്തോളം ആമിയൊക്കെ വീട്ടു തടങ്കലിനകത്തായിരുന്നു. ആമിയുടെ 2 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെ വീട്ടു തടങ്കലിലായിരുന്നു. എന്ന് വെച്ചാൽ വെളിയിലൊന്നും പോകുന്നില്ല, അംഗൻവാടിയൊന്നുമില്ല, പുറത്തോട്ടൊന്നുമില്ല. പിന്നെ 4 വയസ്സിലാണ് ആദ്യമായിട്ട് സ്കൂളിൽ നമ്മൾ LKGയിൽ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ വളയും സാധനങ്ങളൊക്കെ
വാങ്ങി ഫാൻസിയിലൊക്കെ പോയി ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങി തുടങ്ങിയത്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ സെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഏകദേശം 2 വർഷം ആവുന്നേ ഉള്ളൂ ആമി ഇങ്ങനെ പുറം ലോകമായിട്ടൊക്കെ ഉള്ള ബന്ധം തുടങ്ങിയിട്ട്. സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പോൾ ഇതിൻ്റെ പല പല കളറുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കഥ പറച്ചിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം അതിൻ്റെ പല കളറാണ്. ഇത് കുറച്ച് കാണാനായിട്ട് ഭംഗി ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വളയാണ്. കിരീരത്ത വളയേക്കാളും ഓരോ കയ്യിലും ഓരോ വളയായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വളയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല പല കളറ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ബോക്സ് ആയിട്ടുള്ളവർക്ക് അങ്ങനെയും, അല്ല സിംഗിളായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം. ബോക്സ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം. സിംഗിൾ പീസായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വള അല്ലെങ്കിൽ 1 ഡസൻ വള അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്കുള്ള റേറ്റ് ആയിരിക്കില്ല ബോക്സ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് വരുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വളയുടെ ഒരു ബോക്സിൻ്റെ റേറ്റ് വന്നിട്ട് 75 രൂപയാണ്. 4 സെറ്റ് വരുന്നത് 75 രൂപയ്ക്കാണ് 4 സെറ്റ്. അതായത് ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് 75 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മൾ മീൻസ് ഞാൻ നമ്മളെന്ന് പറഞ്ഞ് ശീലമായി. അപ്പം ഞാൻ സെയിൽ ചെയ്യുന്നത് 75 രൂപയ്ക്കാണ്. ഈ ഒരു ബോക്സ് ഫുള്ള 75 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 പീസായിട്ട് വാങ്ങുമ്പോഴത്തേക്ക് 30 രൂപയാണ് ഒരെണ്ണം. അതായത് ഒരു സെറ്റ് 30 രൂപയാണ്. അപ്പോൾ 120 രൂപയാവും ഇത് അങ്ങനെ വാങ്ങുന്നത് വെച്ച് കണക്ക് കൂട്ടുമ്പോഴത്തേക്ക്. അല്ലാതെ ഇത് ബോക്സായിട്ട് എടുക്കുമ്പം 75 രൂപയാണ്. അപ്പോൾ അത് അത്രയും നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് അടുത്തത് കാണിക്കാം. അപ്പോൾ കാലത്തെ ഫേസൊക്കെ കാണിച്ചുള്ള വീഡിയോ ഒക്കെയാണ് ഞാനും ആമിയും കൂടെ പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ തൊഴിലുറപ്പ് വരെ ഒന്ന് കിളച്ചൊക്കെ ഇട്ടിട്ട് പോയപ്പോഴത്തേക്ക് പന്നി ഇന്നലെ വന്ന് ഞാൻ മെനിങ്ങാന്ന് വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ കുറച്ച് മരച്ചീനിയൊക്കെ നട്ടിരുന്നത്. അതെല്ലാം പന്നി വന്ന് കുത്തി കുളം തോണ്ടി കോരി എറിഞ്ഞ്. അപ്പോൾ കാലത്തെ അതിൻ്റെ പിറക്കേന്ന് അത് പറക്കി ഒതുക്കലും ആ കോരിയിട്ട മണ്ണ് തിരിച്ചു കോരിയിടലും അങ്ങനെ കുറച്ച് ജോലിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാനും ഒരുങ്ങുന്ന പരിപാടിയൊന്നുമില്ല. എന്നാലും ഒന്നിനുമുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഈ വളയെന്നൊക്കെ പറയുന്നത് ഓണം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത എന്തെങ്കിലും വിശേഷം വരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ അടുത്തതായിട്ട് വന്നിട്ടുള്ള മോഡൽ ഇതാണേ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ഡോട്ട് പോലെ വരുന്നതാണ്. ഇതിൻ്റെ ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ കുറേ കളറുണ്ട്. അപ്പോൾ ഇതും പല സൈസാണ്, ഒറ്റ സൈസല്ല. ഒരു ബോക്സിൽ പല സൈസാണ്. ഇത് 4 പീസ്, അതായത് 4 സെറ്റ് 4 ഡസൻ ഒരുമിച്ച് എടുക്കുമ്പോഴത്തേക്ക് 70 രൂപയാണ്. മറ്റേത് 75ഉം ഇത് 70ഉമാണ് കേട്ടോ. ഇത് 70ഉം അത് 75ഉമാണ്. പക്ഷേ സത്യത്തിൽ പറയുകയാണെങ്കിൽ അതിനേക്കാളും 5 രൂപയും കൂടെ എനിക്ക് കൂടുതലായത് ഇത് വാങ്ങിയപ്പോഴത്തേക്കാണ് ബോക്സിന്. എങ്കിലും എനിക്ക് റേറ്റ് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അതിന് കുറച്ചുകൂടെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് അതിനേക്കാളും 5 രൂപ ഇതിന് കുറച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു ബോക്സ് വന്നിട്ട് 70 രൂപയാണ്. ഒരു ബോക്സിൽ 4 ഡസനാണ് ഒരു ബോക്സിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഇത്രയും കളറാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ വലിയൊരു ബോക്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഇതല്ല, വേറെ ഒരു മോഡൽ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ബോക്സാണ്. അത് 300 സംതിങ്ങോ കണ്ടാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു അതൊരു 24 ഡസനോ കണ്ടുള്ളതാണ്. അത്രയും വളയുള്ളതാണ്. അത് ഞാൻ വേറൊരു ഷോർട്സ് ആയിട്ട് അങ്ങനെ ഇടാം. ഇപ്പം ഞാൻ സംഭവം വീഡിയോ പിടിച്ചപ്പോൾ അത് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയെന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഇടയിൽ ഒരു ആമി അവിടെ കിടന്ന വേലകൾ കാണിക്കുന്നത് നിങ്ങൾ കണ്ട. അപ്പോൾ ഇതെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള 1-2 വളയൊക്കെ സെയിലായി പോയതാണ്. മാത്രമല്ല ഇതുപോലുള്ള കുറേ ബോക്സ് വളകളിൽ നിന്നും ഓരോന്നൊക്കെ മിസ്സിങ് ആണ് കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്തെന്ന് നിങ്ങൾ ചോദിച്ചാൽ ചിലതൊക്കെ ഞാൻ സെയിലാക്കി. വീട്ടിൽ വന്ന് വാങ്ങുന്നവർ അവരിപ്പോൾ എല്ലാ അളവിൻ്റെ ആവശ്യം വരില്ലല്ലോ. മക്കളെ കയ്യിലെ അളവ് നോക്കി 1-2 ഡസനല്ലേ എടുക്കും. അപ്പോൾ സംഭവം ബാക്കി കുറേയൊക്കെ സംഭവം ആമി എടുത്തുകൊണ്ടിട്ട് ഇതുപോലെ ഇട്ടിട്ട് ചിരിക്കരുതേ, ഇട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് ഗോഷ്ടി കാണിക്കാൻ കേട്ടോ. ആമി ഇട്ടിട്ട് ഒരു ദിവസം ഇട്ടുകൊണ്ട് പോയിട്ട് പിന്നെ അത് ഊരി എവിടെയെങ്കിലും എറിയും. അങ്ങനെ കുറേയൊക്കെ പോയി. ഇപ്പം ഞാൻ ചെയ്യുന്ന വേല എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ എൻ്റെ ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഞാൻ ഒരു റൂമിനകത്തോട്ട് മാറ്റി സെറ്റ് ചെയ്തിട്ട് റൂം പൂട്ടി താക്കോല് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യുന്നതിൻ്റെ ഇരട്ടിയായിട്ട് ഇവൾ തലയിൽ വെച്ച് കൊണ്ട് നടക്കും. കയ്യിലാണെങ്കിൽ കൈ വെച്ചുകൊണ്ട് നടക്കും. ഇപ്പോൾ പിന്നെ ദൈവം സഹായിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ബോ മാത്രം അവൾ എടുക്കുന്നില്ല. കാരണം അവളെ സ്കൂളിൽ യൂണിഫോത്തിൻ്റെ ബോ മാത്രമേ വെക്കാവൂ. അതുകൊണ്ട് ബോ മാത്രം എടുക്കുന്നില്ല. പിന്നെ കമ്മലും എടുക്കുന്നില്ല. ബാക്കി എന്ത് ഐറ്റം കിട്ടിയാലും എടുക്കും കേട്ടോ. എടുത്ത് ഇതുപോലെ ഇട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഊരി എറിയും. സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നും കൊടുക്കാൻ തോന്നും. ഇത് സൂക്ഷിച്ച് വയ്ക്കത്തില്ല, ഇട്ടിട്ട് വീണ്ടും കൊണ്ട് കളയും.
അപ്പോൾ ഇതിൽ മഞ്ഞ ഉണ്ടോ, ഈ മഞ്ഞയുടെ ഒരു ഡസൻ പോയപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ നിന്ന് ഒരു ഡസൻ എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. കാരണം മഞ്ഞ 2 ബോക്സിൽ നിന്ന് മഞ്ഞയാണ് കൂടുതലും ആൾക്കാർ ഓണമായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മഞ്ഞക്കോടി മഞ്ഞമുണ്ട് ഒക്കെയാണല്ലോ ഓണത്തിന് ഫാഷൻ, അതുകൊണ്ടായിരിക്കും മഞ്ഞയാണ് കൂടുതലായിട്ട് പോയത്. അപ്പോൾ ഇത് 2 ബോക്സിൽ നിന്നും കൂടെ പോയതിൻ്റെ ബാക്കി എടുത്തിട്ട് ഒറ്റ സെറ്റാക്കിയതാണ്. അങ്ങനെയാണ് ഇത് സംഭവം. അപ്പോൾ ഈ ബോക്സ് ഞാൻ റേറ്റ് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ബോക്സ് 70 രൂപയാണ്. അപ്പോൾ ഇതും 70ആണ്. അതിന് തൊട്ട് മുമ്പ് കാണിച്ചത് 70ആണ്. അതിന് മുന്നേ കാണിച്ചത് 75 രൂപയാണ് ഒരു ബോക്സ്, അതായത് 4 ഡസൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ ഒരെണ്ണം സെയിലായി പോയതാണ് കേട്ടോ. അപ്പോൾ ഈ വള ഞാനിപ്പോൾ വീണ്ടും എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല മൂവിങ് ഉണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോണ വളയല്ല, കളറും കാര്യങ്ങളും ഒന്നും പോകത്തില്ല. ഇതിങ്ങനെ തന്നെ കിടക്കുന്നത് കൊണ്ട് ഇത് നല്ല മൂവിങ് ഉണ്ട്. മൂവിങ് എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൂടുതലും ഇഷ്ടം ഇതാണ്. അങ്ങനെ ഞാൻ പിന്നെ ഇതിൻ്റെ കുറേ സൈസ് കുറേ ബോക്സും കൂടെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കടയിൽ റേറ്റും കാര്യങ്ങളും ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ കടയിൽ പോയി അങ്ങനെ വളയൊന്നും അധികം വാങ്ങിയിട്ടില്ല. ആമിക്ക് ഞാൻ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആമിക്കിപ്പോൾ ഒരു 5 വയസ്സ് വരെയും കരിവളയായിരുന്നു ഞാൻ കയ്യിലിട്ടുകൊണ്ടിരുന്നത് കേട്ടോ. കരിവളയെന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞിലെ നമ്മൾ നൂല് കെട്ടി ഇടുമ്പോഴുള്ള വളയുണ്ടല്ലോ, അതിൻ്റെ ഇപ്പം ഞാൻ കാണിക്കുന്ന മോഡലിലുള്ള വലിയ അവളെ കയ്യിലെ അളവ് മാറുന്നതിനനുസരിച്ച് കരിവളയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ആ കരിവള തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. എനിക്കെന്തോ കരിവള ഇടുന്നതാണ് ഇഷ്ടം അവളെ കയ്യിൽ, അതുകൊണ്ടായിരിക്കും കരിവളയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് നാളുകൊണ്ട് കരിവളയിൽ നിന്നൊരു മോചനം അവൾക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. എന്നാലും അവൾ ചോദിക്കുന്നുണ്ട്, കരിവള വാങ്ങി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾക്കും കരിവളയാണ് ഇഷ്ടം, എനിക്കും കരിവളയാണ് ഇഷ്ടം. അപ്പോൾ നമ്മളെ സ്കൂളിൽ നാടോടി നൃത്തത്തിൻ്റെ പ്രോഗ്രാമിന് കരിവള തപ്പി നമ്മൾ നടന്നു. സംഭവം നമ്മൾ അല്ലെങ്കിൽ വീട് മൊത്തം കരിവളയാണേ. അന്ന് നോക്കിയപ്പോൾ കരിവളയൊന്നും കിട്ടിയില്ല. അപ്പോൾ ആമ ഇവിടെ ഇരുന്ന് പറയുകയാണ് ആമയ്ക്ക് ഫസ്റ്റ് കിട്ടിയെന്ന്. അപ്പോൾ നമ്മൾ നാടോടി നൃത്തത്തിന് ഞാൻ സ്വന്തമായിട്ടാണ് ആമീനെ 2 ദിവസം കൊണ്ട് ഡാൻസ് പഠിപ്പിച്ച് സ്വന്തമായിട്ടൊക്കെയാണ് ഒരുക്കിയത് കേട്ടോ. അപ്പോൾ ആമിക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആമിക്ക് വിശ്വസിക്കാൻ പറ്റി, പക്ഷേ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. കാര്യം വേറെ എങ്ങും പോയി പഠിച്ചതല്ലല്ലോ, ഞാൻ സ്വന്തമായിട്ട് പഠിപ്പിച്ചതാണല്ലോ. അപ്പോൾ ആമി ഡാൻസ് പഠിക്കാൻ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ടായിരുന്നു, പോയി ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ അടച്ചപ്പോൾ മാർച്ചും ഏപ്രിലും തൊട്ട് മാർച്ച് മാസമൊക്കെ ആയപ്പോഴത്തേക്കൊക്കെ പിന്നെ അങ്ങ് പോക്ക് വിട്ടായി. ഇപ്പം പിന്നെ പോകുന്നതേ ഇല്ല. കാര്യമെന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ അരങ്ങേറ്റം ആയതുകൊണ്ട് അവിടെ വേറെ പഠിക്കുന്ന വലിയ കുട്ടികൾക്ക് അരങ്ങേറ്റം ആയതുകൊണ്ട് ഡാൻസ് ക്ലാസ് 1 മാസത്തോളം ഇല്ലായിരുന്നു. പിന്നെ ആ ഒരു ഇതോടുകൂടി ഇവൾക്ക് പോകാനുള്ള മടി തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഒരു മാസത്തിൽ 1-2 ദിവസമൊക്കെ ഇവൾ പോകത്തുള്ളൂ കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം മടി പിടിച്ച് കള്ളത്തരം പറഞ്ഞ് കയറി നിൽക്കുക, എനിക്ക് പോകാൻ വയ്യാന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും അങ്ങ് പോക്ക് നിർത്തിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഞാൻ വളരെ കാര്യം പറയാൻ വന്നിട്ട് ഇപ്പോൾ വീട്ടിലെ കുടുംബകാര്യം മൊത്തം പറഞ്ഞ അവസ്ഥയായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വള സ്റ്റോക്ക് ആയിട്ടുള്ള വള. അപ്പോൾ നിങ്ങൾക്ക് വളകൾ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ചെയ്യുക. പിന്നെ കാറ്റലോഗിൽ ഇതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത് കാറ്റലോഗിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഭയങ്കര മടിയാണ്. രണ്ടാമത് കാറ്റലോഗിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വൃത്തിയായിട്ടൊക്കെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ അതിനിപ്പോൾ കുറേ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ അത് എടുക്കണം ഇതെടുക്കണമെന്നൊക്കെ പല ആഗ്രഹങ്ങളുമായിട്ട് ഇരിക്കണമുണ്ട്. പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് നടന്ന് സമയം പോകുന്നതാണ് മിച്ചം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോയിലും എല്ലാ പ്രോഡക്റ്റും വിശദമായിട്ട് കാണിക്കുന്നത്. വേണം എന്നുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കമ്മലൊക്കെ വാങ്ങുന്നവർ അങ്ങനെയാണ്, ഇപ്പം സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.